കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരു ദിവസം സുധീഷിന്റെ ടാക്സിയിൽ പരിചയക്കാരനായ ഒരു ബിസിനസ്സുകാരനായ കസ്റ്റമർ കയറുന്നുണ്ട്. സുധീഷിനോട് കുശല അന്വേഷണങ്ങളൊക്കെ നടത്തി തന്റെ ഫ്രണ്ടായ ഒരു വലിയ ബിസിനസ്മാൻ വഴിയിൽ കാത്തു നിൽപ്പുണ്ടെന്നും അദ്ദേഹത്തെ കൂടി പിക്ക് ചെയ്യണമെന്നും പറയുമ്പോൾ അയാൾ പറഞ്ഞിടത്ത് സുധീഷും വണ്ടി നിർത്തുകയാ. അവിടെ വെച്ച് നിധിയുടെ അച്ഛനായ രാജീവാണ് ആ കാറിനകത്തേക്ക് കയറുന്നത്. ഡ്രൈവറായി സുധീഷിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ രാജീവിനെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും സുധീഷ് തന്റെ മരുമകനാണെന്ന കാര്യം ഫ്രണ്ടിനെ അറിയിക്കാതെ അവർ തമ്മിൽ ബിസിനസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. തനിക്ക് ഇറങ്ങേണ്ട സ്ഥലമെത്തുമ്പോൾ താനിവിടെ ഇറങ്ങുകയാണെന്നും രാജീവിനെ താമസ സ്ഥലത്ത് കൊണ്ട് ചെന്നെത്തിക്കണമെന്നും കസ്റ്റമർ പറയുമ്പോൾ സുധീഷ് അതനുസരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, തനിയെ പോയിക്കൊള്ളാമെന്ന് രാജീവും. അത് കേൾക്കെ അവന്റെ കസ്റ്റമറും സുധീഷ് ഒരു നല്ല പയ്യനാണെന്നും തന്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണെന്നും പറഞ്ഞ് സുധീഷിനെ പുകഴ്ത്തി രാജീവിനെ കൊണ്ട് അത് സമ്മതിപ്പിച്ച് തനിക്ക് ഇറങ്ങേണ്ട സ്ഥലമാവുമ്പോൾ ഇറങ്ങി പോവുകയാ. പിന്നീട് സുധീഷും രാജീവും ഒന്നിച്ചുള്ള ആ യാത്രക്കിടയിൽ അവർ പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുകയാ. ആ വഴക്കിനൊടുവിൽ ഒരാഴ്ചയ്ക്കകം നിധിയെ സുധീഷിന്റെ ജീവിതത്തിൽ നിന്നും അവന്റെ വീട്ടിൽ നിന്നും ഇറക്കുമെന്ന് രാജീവ് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും അവളിപ്പോ നിങ്ങളുടെ മകൾ മാത്രമല്ലെന്നും എന്റെ ഭാര്യ കൂടിയാണെന്നും നിങ്ങൾ തല കുത്തി നിന്നാലും അവളിനി അങ്ങോട്ട് തിരിച്ചു വരില്ലെന്നും നിങ്ങൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ നടക്കാൻ പോകുന്നതെന്ന് കാണാം എന്ന് സുധീഷും വെല്ലുവിളിക്കുന്നുണ്ട്. തനിക്കിറങ്ങേണ്ട സ്ഥലമെത്തുമ്പോൾ സുധീഷിനെ വെറുതെ വിടില്ലെന്നും കാണിച്ചു തരാമെന്നും വെല്ലുവിളിച്ചോണ്ട് രാജീവും കാറിൽ നിറങ്ങി പോവുകയാ. സുധീഷ് അപ്പോൾ തന്നെ നിധിയെ വിളിച്ച് ഇക്കാര്യം പറയുമ്പോൾ നിധിക്കും ആകെ ഷോക്കാവുകയാ. സത്യമാണോ ഈ പറയുന്നത്? അച്ഛൻ തിരുവനന്തപുരത്ത് വന്നോ? അച്ഛൻ വഴക്കു പറഞ്ഞു എന്നെല്ലാം നിധി ചോദിക്കുമ്പോൾ തന്നെ കുറെ വഴക്കു പറഞ്ഞെന്നും താൻ നിധിയെ കരുതി ഒന്നും മിണ്ടാതെ ഇരുന്നെന്നും നിധിക്ക് വേണ്ടി വഴക്കു കേട്ട് തനിക്ക് ശീലമായെന്നും എല്ലാം സഹിച്ചുവെന്നും സുധീഷ് പറയുമ്പോൾ നിധിയും അവനോട് സോറി പറയുകയാ. കല്യാണം നടക്കാനുണ്ടായ സാഹചര്യമെല്ലാം താൻ പറയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിന് സമ്മതിക്കാതെ ശകാരിച്ചുകൊണ്ടേയിരുന്നുവെന്നും താനൊന്നും മിണ്ടാതെ മര്യാദയോടെ പെരുമാറിയെന്നും ഇറങ്ങേണ്ട സ്ഥലത്ത് ഭദ്രമായി കൊണ്ടുവിട്ടുവെന്നും ഇതുപോലെ തന്നെ തെറിവിളിച്ചത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ താൻ അവിടെ വെറുതെ വിടില്ലായിരുന്നുവെന്നും നിധിയുടെ അച്ഛനായതുകൊണ്ടാണ് താൻ വെറുതെ വിട്ടതെന്നും അച്ഛനെ കൊണ്ടുവിട്ട സ്ഥലം തനിക്കറിയാമെന്നും നിധിക്ക് വേണമെങ്കിൽ പോയി കാണാമെന്നും സുധീഷ് പറയുമ്പോൾ അച്ഛന് തന്നെ കാണുന്നത് ഇഷ്ടമല്ലെന്നും താൻ കാണാൻ പോകുന്നില്ലെന്നും നിധി പറയുമ്പോൾ നിധിയുടെ അച്ഛനും തനിക്ക് അച്ഛനെ പോലെയാണെന്നും തന്നെ വഴക്കു പറഞ്ഞതിൽ ഒരു വിഷമവുമില്ലെന്നും നിധിയോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണെന്നും തനിക്ക് മനസ്സിൽ ചെറിയ വിഷമമെല്ലാം തോന്നിയെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ടെന്നും പറഞ്ഞ് സുധീഷും കോൾ വെക്കുകയാ. പിന്നീട് ഒരു ടാക്സിയിൽ നിധിയുടെ അച്ഛൻ രാജീവ് സുധീഷിന്റെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട് എവിടെയാണെന്നറിയാതെ അദ്ദേഹം അരുണനെ വിളിച്ച് ചോദിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും പഴയൊരു വീടാണെന്നും കൊലപാതകിയായ ഭാസ്കരന്റെ വീട് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അവനും കോൾ കട്ട് ചെയ്യുകയാ. അങ്ങനെ രാജീവ് വഴിയിൽ വണ്ടി നിർത്തി ഡ്രൈവറോട് ഭാസ്കരന്റെ വീട് ചോദിക്കാൻ ഏൽപ്പിക്കുമ്പോഴേക്കും ഡ്രൈവർ ചെന്ന് ഒരാളോട് ഭാസ്കരന്റെ വീട് അന്വേഷിക്കുന്നത് കേട്ടുകൊണ്ടാണ് സൈക്കിളിൽ സുഭാഷ് അതുവഴി വരുന്നത്. അത് തന്റെ വീടാണെന്നും നിങ്ങളാരാ എന്താ കാര്യമെന്നും സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അവനെ കാണുന്ന രാജീവും കാറിൽ നിറങ്ങി അവന്റെ അടുത്തേക്ക് ചെല്ലുകയാ. നിധിയുടെ അച്ഛൻ കാറിൽ നിറങ്ങി വരുന്ന കണ്ട് സുഭാഷും ആദരവോടുകൂടി നമസ്കാരമെല്ലാം പറഞ്ഞ് നിധിയുടെ അച്ഛനല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ എന്നും താൻ നിധിയെ കാണാനായി വന്നതാണെന്നും പറയുമ്പോൾ സുഭാഷും സന്തോഷത്തോടെ നിധി വീട്ടിലുണ്ടെന്നും തന്റെ കൂടെ വന്നാ മതിയെന്നും പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിക്കുകയാ. നിധിയുടെ അച്ഛനെയും കൊണ്ട് സുഭാഷ് വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ഉമ്മറത്തിരുന്ന് കാലിയായ ബ്രാൻഡിക്കുപ്പിയെല്ലാം എണ്ണി നോക്കുന്ന ഭാസ്കരനെയാണ്. കാറിൽ നിറങ്ങിയ രാജീവും ആ വീടും പരിസരവും എല്ലാം കണ്ട് അസ്വസ്ഥതയോടെ നോക്കി നിൽക്കുമ്പോഴേക്കും സുഭാഷ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അച്ഛനരികിലേക്ക് ഓടിച്ചെന്ന് ആ ബ്രാൻഡിക്കുപ്പിയെല്ലാം പെറുക്കി മാറ്റുമ്പോഴേക്കും അതാരാണെന്ന് ഭാസ്കരനും ചോദിക്കുക. അത് നിധിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് സുഭാഷ് ആ കുപ്പികളെല്ലാം ഒരു കവറിലേക്കിട്ട് മാറ്റിവെച്ച് രാജീവിനെ സ്വീകരിച്ച് ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും ഭാസ്കരനും വന്ന് അദ്ദേഹത്തിന് നമസ്കാരം പറയുകയാ. നിധിയെ ഇപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞ സുഭാഷ് നിധിയെ വിളിച്ച് ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ വരാമെന്ന് നിധിയും അകത്തുനിന്ന് വിളിച്ചു പറയുകയാ. ഭാസ്കരൻ അപ്പോഴേക്കും ഒരു സിഗരറ്റിന് തീ കൊളുത്താൻ തുടങ്ങി. ഒരെണ്ണം രാജീവിനും വേണോന്ന് ചോദിക്കുന്നത് കണ്ട് സുഭാഷ് അച്ഛനെ വഴക്കു പറയാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട എന്ന് രാജീവും പറയുന്നത് കേൾക്കെ ഭാസ്കരനും അവിടുന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാ. സുഭാഷ് വീണ്ടും നിധിയെ വിളിച്ച് രാജീവിനെ പുറകിൽ നിർത്തി മറഞ്ഞു നിന്ന് നിധിക്ക് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നും പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നിധിയും പുറകെ നികേഷും ഉമ്മറത്തേക്ക് എത്തുകയാ. സംശയത്തോടെ നിധി സുഭാഷിനെ നോക്കുമ്പോഴേക്കും സുഭാഷ് ഒഴിഞ്ഞു മാറുമ്പോൾ നിധി കാണുന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ അച്ഛനെയാണ്. അക്കാര്യം വിശ്വസിക്കാനാവാതെ നിധി അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നത് കണ്ട് നിധി എന്ന് അച്ഛൻ വിളിക്കുകയാ. പരിഭ്രമത്തോടെയും അമ്പരപ്പോടെയും നോക്കിയുള്ള നിധിയുടെ നിൽപ്പ് കണ്ട് നിധി നിന്നെ കാണാനാ നിന്റെ അച്ഛൻ വന്നതെന്ന് സുഭാഷും കൂടി പറയുമ്പോൾ നിധിയും തന്റെ അച്ഛന്റെ അരികിലേക്ക് നടന്നു ചെല്ലുമ്പോൾ
അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് സുഖമായിരിക്കുന്നു എന്ന് രാജീവും ചോദിക്കുക. താൻ സുഖമായിരിക്കുന്നു, അച്ഛനെന്താ ഇവിടെ എന്നവൾ അമ്പരപ്പോടെ ചോദിക്കുമ്പോ രാജീവും ഒരു ചിരിയോടെ ഞാൻ നിന്നെ കാണാനാ വന്നത് എന്നച്ഛൻ പറയുന്നത് കേൾക്കെ നിധിയും സങ്കടത്തോടെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാ. ആ കാഴ്ച കാണുന്ന സുഭാഷിനും നികേഷിനും സന്തോഷമാവുന്നുണ്ട്. കരയിലെ മോളെന്നും പറഞ്ഞ് രാജീവ് അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അച്ഛനെ അകത്തേക്ക് വിളിക്കാനായി സുഭാഷ് അവളോട് പറയുന്നുണ്ട്. സുഭാഷും നിധിയും കൂടി രാജീവിനെയും കൊണ്ട് അകത്തോട്ട് പോകുമ്പോഴേക്കും നികേഷ് ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛന്റെ അരികിലേക്ക് ചെന്ന് ഏട്ടത്തിയമ്മയുടെ അച്ഛൻ ആദ്യമായി വീട്ടിലേക്ക് വന്നതാ, അപ്പോഴെങ്കിലും ഒന്ന് ബീഡി വലിക്കാതിരുന്നൂടെ എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് കാര്യമാക്കാതെ പുകവലി തുടർന്നുകൊണ്ടിരിക്കുക. നിധിയും സുഭാഷും അച്ഛനെ ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കസേരയിട്ട് ഇരുത്തുമ്പോഴേക്കും അദ്ദേഹവും വീടിനകമെല്ലാം അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ടിരിക്കുക. വഴി വെച്ച് ആരോ നമ്മുടെ വീട് ചോദിക്കുന്നത് കണ്ട് പോയി നോക്കിയപ്പോ അത് നിധിയുടെ അച്ഛനാണെന്നും കൈയോടെ താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്നും സുഭാഷ് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അച്ഛൻ തന്റെ അരികിലേക്ക് വന്നത് തനിക്ക് വിശ്വസിക്കാനാവുന്നില്ലെന്ന് നിധി സന്തോഷത്തോടെ പറയുമ്പോ വഴിയിൽ വെച്ച് സുധീഷിനെ ഇന്ന് കണ്ടുമുട്ടിയെന്നും തിരുവനന്തപുരത്ത് തന്റെ ബിസിനസ്സുകാരനായ ഒരു ഫ്രണ്ട് ഉണ്ടെന്നും അവനെ കാണാനായി താൻ പോയതാണെന്നും താൻ അയാളുടെ കാറിലേക്ക് കയറിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ സുധീഷ് ഉണ്ടായിരുന്നുവെന്നും തന്റെ ഫ്രണ്ട് പിന്നീട് വഴിയിൽ ഇറങ്ങിയെന്നും താൻ സുധീഷുമൊത്തായിരുന്നു പിന്നീടുള്ള യാത്രയെന്നും തന്റെ മോളെ കാണണമെന്ന് തനിക്ക് തോന്നിയെന്നും അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്നും രാജീവ് പറയുമ്പോ സുധീഷ് തെറ്റായ രീതിയിൽ പെരുമാറിയെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അവൻ അങ്ങനെ തെറ്റായൊന്നും പെരുമാറിയില്ലെന്നും അങ്ങനെ പെരുമാറിയെന്നെങ്കിൽ താൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമായിരുന്നോ എന്നും രാജീവ് ചോദിക്കുമ്പോൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് സുഭാഷും പുറകെ നികേഷും അടുക്കളയിലേക്ക് പോവുകയാ. രാജീവും അവിടെ ഇരുന്ന് ആ വീടെല്ലാം ശ്രദ്ധിക്കുന്നത് കണ്ട് അമ്മ സുഖമായിരിക്കുന്നു എന്ന് നിധി ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ലെന്ന് രാജീവും. അവിടെ അടുക്കളയിൽ സുഭാഷിനോടായി സ്നാക്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണമെന്ന് നികേഷ് ചോദിക്കുന്നുണ്ടെങ്കിലും സ്നാക്സ് എല്ലാം ഇവിടെ ഉണ്ടെന്നും അദ്ദേഹം കഴിക്കുമോന്ന് അറിയില്ലെന്നും ആദ്യം നാരങ്ങ വെള്ളം കൊടുക്കാമെന്നും പിന്നീട് ചോദിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാമെന്നും പറഞ്ഞ് സുഭാഷ് അവിടെ വെള്ളമെടുത്തോണ്ടിരിക്കുക. രാജീവ് അപ്പോഴേക്കും പുറത്തുനിന്ന് ബീഡി വലിച്ചോണ്ടിരിക്കുന്ന ഭാസ്കരനെ ശ്രദ്ധിക്കുന്നത് കണ്ട് അത് സുഭാഷേട്ടന്റെ അച്ഛനാണെന്ന് നിധി പരിചയപ്പെടുത്തുമ്പോഴേക്കും സുഭാഷ് അദ്ദേഹത്തിന് നാരങ്ങ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. സുഭാഷ് അദ്ദേഹത്തോടെ ചായ കുടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കുടിക്കുമെന്നും മധുരം കുറച്ചിട്ടാ മതിയെന്നും രാജീവ് പറയുമ്പോൾ സുഭാഷ് അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുന്നത് കണ്ട് താൻ ചായ ഇടാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും അച്ഛൻ വന്നതല്ലേ, നിധി സംസാരിച്ചിരിക്കെ താൻ ചായ ഇടാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാ. രാജീവ് അപ്പോഴേക്കും അവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. വീട്ടിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതാണ് സുഭാഷ് ഏട്ടൻ മൂത്ത ആള് എന്ന് പറഞ്ഞ് തന്റെ അരികിൽ നിൽക്കുന്ന നികേഷിനെ ചൂണ്ടി ഇത് നികേഷ് ഏറ്റവും ഇളയവൻ, സുധീഷാണ് രണ്ടാമത്തെ അനിയൻ, അതിന് താഴെ ഹരീഷും പിന്നെ ഇവരുടെ അച്ഛനും എന്ന് നിധി പറയുമ്പോ നികേഷ് എന്തു ചെയ്യുന്നു രാജീവ് ചോദിക്കുക. താൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണെന്ന് നികേഷ് പറയുമ്പോൾ എല്ലാവരും ഒരേ വീട്ടിൽ തന്നെയാണോ താമസമെന്ന് രാജീവും അതേന്ന് നികേഷ് പറയുമ്പോഴാണ് അവരുടെ അമ്മയെ പറ്റി രാജീവ് ചോദിക്കുന്നത്. അത് കേൾക്കെ നിധിയും അമ്മ ജീവിച്ചിരിപ്പില്ലെന്നും ഇവരെല്ലാം ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ അമ്മ മരിച്ചുപോയെന്നും അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ചായയുമായി അങ്ങോട്ടെത്തുകയാ. രാജീവും ചായ എടുത്തു കുടിച്ചോണ്ട് നിധിയോടായി നീ എന്നോട് പലതവണ സംസാരിക്കാനായി ശ്രമിച്ചു, ഞാൻ നിന്നോട് മിണ്ടിയതേ ഇല്ല. പിന്നീട് വീട്ടിലിരുന്ന് ആലോചിച്ചപ്പോഴാണ് എന്തിനാണ് ഈ പിടിവാശി, ഇതെല്ലാം എത്ര നാളത്തേക്കുണ്ടാവുമെന്നൊക്കെ ചിന്തിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മോളല്ലേ, നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കാൻ എനിക്ക് കഴിയുമോ? നാളെ ഞാൻ മരിച്ചുപോയാലും നഷ്ടം എനിക്ക് മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ദേഷ്യവും വാശിയും കാണിച്ചിട്ട് എന്താ കാര്യം? നമ്മളെല്ലാം സാധാരണക്കാരായ മനുഷ്യരല്ലേ, നമ്മൾ തമ്മിൽ എന്തിനാ വാശി? ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ട് ചായ നന്നായിട്ടുണ്ടെന്ന് സുഭാഷിനോട് പറയുന്നുണ്ട് രാജീവ്. സുഭാഷ് ഏട്ടനാണ് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതെല്ലാം എന്നും ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആണെന്നും അങ്ങനെ കഴിച്ച് താനിപ്പോ വെയിറ്റ് കൂടിയെന്നും നിധി പറയുമ്പോ സുഭാഷിന് എന്താ ജോലി എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. താനൊരു മേസ്തിരിയാണെന്ന് സുഭാഷ് പറയുമ്പോ മേസ്തിരി എന്ന പേരിൽ മാത്രമേ ഉള്ളൂവെന്നും ഒരു ബിൽഡിംഗ് തനിയെ കെട്ടാനുള്ള എല്ലാ നോളജും സുഭാഷ് ഏട്ടനുണ്ടെന്നും നിധി പറയുമ്പോ അങ്ങനെയൊന്നുമില്ലെന്നും നിധി തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണെന്നും സുഭാഷും. അപ്പോഴാണ് അവരുടെ അച്ഛൻ ഭാസ്കരൻ ഉമ്മറത്ത് നിന്ന് എത്തുനോക്കി പോകുന്നത് കണ്ട് അച്ഛൻ എന്താ ചെയ്യുന്നെന്ന് രാജീവ് ചോദിക്കുന്നത്. അച്ഛൻ മുന്നേ ലോറി ഡ്രൈവർ ആയിരുന്നുവെന്നും കോവിഡിന് ശേഷം ലോറിയൊന്നും ഓടിക്കാറില്ലെന്നും ഇപ്പൊ വീട്ടിൽ തന്നെയാണെന്നും സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷ് ഏട്ടനെ വിളിച്ച് വരാൻ പറയട്ടെ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. വരാൻ പറയുന്ന സുഭാഷ് പറയുന്നത് കേട്ട് അതൊന്നും വേണ്ടെന്നും അവൻ ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് താൻ ഇങ്ങോട്ട് വന്നതെന്നും ജോലി മുടക്കേണ്ടെന്നും അവൻ ജോലി കഴിഞ്ഞു വരുന്നതുവരെ താൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നും കണ്ടിട്ടേ പോകുന്നുള്ളൂവെന്നും രാജീവ് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നുണ്ട്. രാജീവ് ഫോണിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് സുഭാഷ് നിധിയോടായി അച്ഛൻ ഊണ് കഴിക്കാനുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ തനിക്കറിയില്ലെന്ന് നിധിയും ആംഗ്യത്തിലൂടെ കാണിക്കുന്നത് കണ്ട് എന്താ രണ്ടുപേരും തമ്മിൽ കാണിക്കുന്നത്, താൻ ഊണ് കഴിക്കാനുണ്ടാവുമോന്നാണോ? താൻ ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂവെന്ന് രാജീവും. കുട്ടികൾക്ക് സന്തോഷത്തോടെ
സാറ് വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കുമെന്നും എന്റെ മോള് കഴിക്കുന്നത് തന്നെ എനിക്കും മതിയെന്നും രാജീവ് പറയുമ്പോഴേക്കും സുഭാഷ് സന്തോഷത്തോടെ നികേഷിനെയും വിളിച്ചോണ്ട് അടുക്കളയിലേക്ക് പോവുകയാ. രാജീവും സ്നേഹത്തോടെ നിധിയെ തന്റെ അരികിലേക്ക് വിളിക്കുമ്പോഴേക്കും അവളും അച്ഛന്റെ കൈപിടിച്ച് സങ്കടത്തോടെ കരയുകയാ. അച്ഛനും കഴിഞ്ഞതെല്ലാം മറക്കാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നിധിയെയും കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വീടും പരിസരവും എല്ലാം നോക്കിക്കൊണ്ട് ഈ സ്ഥലമെല്ലാം ഇവരുടെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട് മാത്രമേ ഇവരുടേതായി ഉള്ളൂവെന്നും മറ്റേതെല്ലാം ഫാമിലി പ്രോപ്പർട്ടി ആണെന്നും സുധീഷിന്റെ അച്ഛന് ഒരു ചേട്ടനും അനിയത്തിയുമുണ്ടെന്നും അവർക്കും ഇതിൽ ഷെയർ ഉണ്ടെന്ന് നിധി പറയുന്നുണ്ട്. അപ്പോഴാണ് അച്ഛൻ അവളോട് നീ എങ്ങനെയായി വീട്ടിൽ കഴിയുന്നെന്ന് ചോദിക്കുന്നത്. നിധി അച്ഛനെ ടെൻഷനോടെ നോക്കുമ്പോഴേക്കും നമ്മുടെ വലിയ വീട്ടിൽ എത്ര സുഖസൗകര്യങ്ങളിലാ നീ കഴിഞ്ഞിരുന്നത്, ആ നിനക്ക് എങ്ങനെ ഈ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നു എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല മനസ്സുള്ളവരാണെന്നും അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നത് ഒരു പ്രയാസമേ അല്ലെന്നും നിധി പറയുകയാ. സ്ത്രീകളായി ഈ വീട്ടിൽ ആരുമില്ലേ, ജോലിക്കെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നച്ഛൻ വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ലച്ച, ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഒരു പെണ്ണായിട്ടുള്ളൂ. എന്നെപ്പോലൊരുവൾക്ക് ഇതുപോലൊരു സേഫായ ഇടം വേറെ ഇല്ലെന്നും അത്ര നന്നായി ഇവരെന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നും നിധി പറയുമ്പോഴേക്കും ബ്രാൻഡിയും അടിച്ച് പാട്ടും പാടിക്കൊണ്ട് ഭാസ്കരനും അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല മോളെ, നിന്റെ അച്ഛനെന്താ ഇങ്ങനെയൊരു മനംമാറ്റം എന്ന് ചോദിക്കുമ്പോഴേക്കും രാജീവും ചിരിയോടെ ഉമ്മറത്തിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് ചെന്നിരുന്ന് ഞാൻ രാജീവ്, എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭാസ്കരൻ, നിങ്ങളെപ്പോലെ പണക്കാരനായ ഒരു ബിസിനസ്മാൻ മനസ്സു മാറി മോളെ തിരഞ്ഞു വന്നതിന്റെ കാരണം എന്താന്ന് ഭാസ്കരൻ വീണ്ടും ചോദിക്കുക. മനംമാറ്റം തന്നെയാണെന്നും ദേഷ്യവും വിഷവും എല്ലാം ഇപ്പോഴും ഉണ്ടെന്നും പെൺമക്കളുള്ള എല്ലാവരും പെൺകുട്ടി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് സ്വപ്നം കാണാറില്ലേ, അങ്ങനെയൊരു ആഗ്രഹം എനിക്കുമുണ്ടായിരുന്നു. അവൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോ പിന്നെ ഞാൻ വാശി പിടിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് രാജീവ് ചോദിക്കുമ്പോ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ബിസിനസ് ആണെന്നും ഭാസ്കരൻ എന്ത് ചെയ്യുന്നുവെന്നും രാജീവ് ചോദിക്കുമ്പോൾ തനിക്കും ബിസിനസ് ആണെന്ന് ഭാസ്കരനും. എന്ത് ബിസിനസ് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ലോറി ബിസിനസ് എന്ന് ഭാസ്കരൻ. എന്ന് വെച്ചാൽ ലോറി വാങ്ങി വിൽക്കുകയാണോന്ന് രാജീവ് ചോദിക്കുമ്പോൾ മുമ്പ് 2-3 ലോറി ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതൊന്നും ഇല്ലെന്നും കല്യാണം കഴിക്കുന്ന സമയത്ത് 2-3 ലോറി ഉണ്ടായിരുന്നെന്നും തന്റെ ഭാര്യയെ താൻ സ്വർണത്തിൽ പൊതിഞ്ഞാണ് കൊണ്ടു നടന്നിരുന്നതെന്നും ജീവിതം അങ്ങനെ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തന്റെ ഭാര്യ മരിച്ചുപോയതെന്ന് വെച്ചാൽ താൻ അവളെ കൊന്നിട്ട് ജയിലിൽ പോയിരുന്നെന്നും ജയിലിൽ നിന്ന് വന്നതിനു ശേഷം ആ 3 ലോറിയും കൈവിട്ടു പോയെന്നും ഭാസ്കരനും തന്റെ കഥകളെല്ലാം പറയുന്നുണ്ട് രാജീവിനോട്. അവിടെ അടുക്കളയിൽ അച്ഛനോട് സംസാരിക്കാതെ സുഭാഷിനെ സഹായിക്കാനെത്തിയ നിധിയെ സുഭാഷ് വഴക്കു പറയുകയാ. അവിടെ അച്ഛനോട് സംസാരിക്കുകയാണെന്ന് നിധി പറയുമ്പോൾ അച്ഛനുമായുള്ള സംസാരം പന്തിയല്ലെന്ന് നികേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ താൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാ. ഒരു ഭാര്യ മരിച്ചുപോയെങ്കിലും വീണ്ടും കുറെ പെണ്ണുങ്ങൾ തന്റെ പിന്നാലെ വന്നിരുന്നുവെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വന്ന് രാജീവിനോട് അകത്തേക്ക് കയറിയിരിക്കാനായി പറയുന്നുണ്ടെങ്കിലും താൻ ഇവിടെ ഇരുന്നോളാമെന്നും അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രാജീവും പറയുന്നുണ്ട്. സുഭാഷ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ അകത്തേക്കിരിക്കാൻ നിർബന്ധിക്കുമ്പോഴേക്കും അകത്ത് നിറയെ കൊതുകാണെന്നും നല്ല കടി കിട്ടിക്കോളുമെന്നും ഭാസ്കരനും പറയുന്നുണ്ട്. സുഭാഷും നിധിയുടെ അച്ഛനെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുചെന്നിരുത്തി അടുക്കളയിലേക്ക് ചെന്ന് സുധീഷിനെ ഒന്നുകൂടി വിളിച്ചു നോക്കാനായി നികേഷിനോട് പറഞ്ഞ് കഴിക്കാനുള്ള ഫുഡെല്ലാം ഡൈനിങ് ഹാളിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാ. അദ്ദേഹത്തിന് കഴിക്കാനായി നികേഷ് ഒരു ടേബിൾ കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും നിങ്ങളെല്ലാം എവിടെ ഇരുന്നാ കഴിക്കാറെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം തറയിലിരുന്നാ കഴിക്കുന്നതെന്ന് സുഭാഷ് പറയുമ്പോൾ താനും തറയിലിരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എണിക്കുമ്പോഴേക്കും നികേഷ് അദ്ദേഹത്തിന് ഇരിക്കാനായി ഒരു പായ കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ട്. സുഭാഷ് ഇലനിറയെ ധാരാളം വിഭവങ്ങൾ വിളമ്പിയത് കണ്ട് ഇത്രയും സമയം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് രാജീവ് ചോദിക്കുമ്പോൾ രാവിലെ 7 മണിയാവുമ്പോഴേക്കും പലഹാരവും ചോറും കറികളും എല്ലാം ഉണ്ടാക്കി റെഡിയാക്കുന്ന ആളാ സുഭാഷ് ഏട്ടനെന്നും നല്ല സൂപ്പർ പാചകക്കാരനെന്നും നിധിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അദ്ദേഹവും അത് കഴിച്ചു നോക്കിക്കൊണ്ട് ഫുഡ് സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജോലിയെല്ലാം കഴിഞ്ഞ് ഹരീഷും സുധീഷും അങ്ങോട്ടെത്തുകയാ. അവരെ കണ്ട് നികേഷ് ഉമ്മറത്തേക്ക് ഓടിച്ചെന്ന് വരാൻ എന്താ ഇത്ര വൈകിയതെന്നും നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ടെന്നും പറയുമ്പോൾ ഗസ്റ്റോ, ഏത് ഗസ്റ്റ് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആരാണെന്നറിഞ്ഞ സുധീഷ് ചേട്ടനെ ഷോക്ക് ആവുമെന്ന് നികേഷ് പറയുമ്പോൾ ആര്, സുനന്ദയാണോന്ന് സുധീഷും സുനന്ദയല്ലെന്നും ഇത് വേറൊരാളാണെന്നും വന്ന് നോക്കെന്നും പറഞ്ഞ് നികേഷ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും സുധീഷെ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രാജീവിനെ സുധീഷ് കാണുന്നത്. സുധീഷും സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോൾ നിധി ഹരീഷിനെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവൾ സുധീഷിനോടായി ഇന്ന് അച്ഛനെ കണ്ട് സംസാരിച്ചില്ലേ, അതാണ് അച്ഛൻ മനസ്സു മാറി വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നത് എന്ന് പറയുമ്പോൾ സുധീഷും സംശയത്തോടെ അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട് നിൽപ്പാ. രാജീവും സ്നേഹത്തോടെ അവരെ കൂടി ഭക്ഷണം കഴിക്കാനായി വിളിക്കുമ്പോഴേക്കും സുഭാഷും അവരുടെ കൈ കഴുകിട്ട് വരാനായി പറഞ്ഞയക്കുകയാ. പുറകുവശത്തെത്തിയ ഹരീഷും സുധീഷും രാജീവിന്റെ വരവ് നിധിയെ കൂട്ടിക്കൊണ്ടു പോവാനുള്ള പ്ലാൻ ആണോ എന്ന് ചർച്ച ചെയ്യുമ്പോഴേക്കും അകത്തുനിന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട്. സുധീഷും ഹരീഷും നികേഷും കൂടി
അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിധിയെ കൂടി അദ്ദേഹം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും താൻ സുഭാഷ് ഏട്ടന്റെ കൂടെ കഴിച്ചോളാമെന്ന് നിധിയും. സുധീഷ് അപ്പോഴും കഴിക്കാതെ രാജീവിന്റെ പെട്ടെന്നുള്ള ഈ വരവിൽ അദ്ദേഹത്തെ നോക്കിയിരിക്കുന്നത് കണ്ട് എന്താ എന്റെ മുഖത്തു തന്നെ നോക്കിയിരിക്കുന്നത്, കഴിക്കെന്ന് പറഞ്ഞ് ഒരു ഗൂഢമായ ചിരിയോടെ രാജീവ് സുധീഷിനെ നോക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.